തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. Whatsoever you do, whether you eat or drink, do all to the glory of God. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജിജോയും സ്മിതയും ഓർത്തിരിക്കുന്ന അതിപ്രധാനമായ കാര്യം, നിങ്ങൾ അന്യോന്യമായ ബന്ധത്തെക്കാൾ പ്രവേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആത്യന്തികമായ കർത്താവ് എന്നും ദൈവത്തോട് തന്നെയാണ്. ഒരു പുസ്തകത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് അവർ ആദ്യം ബന്ധപ്പെടുന്നത് ദൈവത്തോടാണ്. ആദാം ഹൗവയുമാണ് ആദ്യം പരിചയപ്പെട്ടത്. ഹൗവ ഇല്ലായിരുന്ന കാലത്ത് ആദാമും ദൈവവുമായിട്ടായിരുന്നു ബന്ധം. ആദാമിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ഹൗവയും ദൈവവുമായിട്ടായിരുന്നു ബന്ധം. ഇത് വളരെ വലിയൊരു പ്രമാണം സൂചിപ്പിക്കുകയാണ്. വിവാഹം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന മുഖാന്തരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനായിട്ട് ഇടയാകണം. ദൈവത്തോടുള്ള സമർപ്പണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ഉറച്ച നിലയിൽ വിവാഹിതരെന്ന നിലയ്ക്ക്, ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയ്ക്ക് ദൈവത്തോട് സമർപ്പണമുള്ളവരായി, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരായി നിങ്ങൾ ജീവിക്കണം. രണ്ടാമത്, വിവാഹിതരാകുന്ന ജിജോയും സ്മിതയും ഓർക്കേണ്ടത്, നിങ്ങൾ ദൈവവചനത്തോട് സമർപ്പണമുള്ളവരായിരിക്കണം. എ കമ്മിറ്റ്മെന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. 119 സങ്കീർത്തനത്തിന്റെ 54 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനം ആകുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ സ്നേഹിക്കും, നിനക്ക് ഒന്നാം സ്ഥാനം നൽകും, നിന്നെ മാനിക്കും, നിന്നെ ബഹുമാനിക്കും, നിന്നെ പോറ്റിപ്പുലർത്തും, നിന്റെ ആത്യന്തിക നന്മ ലക്ഷ്യമാക്കി ഞാൻ പ്രവർത്തിക്കും. അത് ലഘുവായ കാര്യമല്ല. വെറുതെ ഇവിടെ ഞാൻ ചൊല്ലിത്തരുമ്പോൾ പറയുന്ന കേവലം ചില വാക്കുകളല്ല, ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായിട്ട് ജിജു പറയുന്ന ചില വാക്കുകളാണ്, ഒരു പ്രതിജ്ഞയാണ്. ഞാൻ നിന്നോട് ഇന്ത്യയുടെ വഴിയിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ സ്മിതയും ഇന്ന് കേവലം ചില വാക്കുകൾ വിടുന്നു എന്നല്ല, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ജിജോയോട് കമ്മിറ്റ്മെന്റ് ചെയ്യുക. എന്താണ്? എന്റെ ശിരസായി തന്നെ മാനിച്ച്, എല്ലാത്തിനും കീഴ്പ്പെട്ട്, അനുസരിച്ച്, ഭയപ്പെട്ട്, ബഹുമാനിച്ച് ഞാൻ ജീവിക്കും. ആ സമർപ്പണമെന്ന് സ്മിതയും ചെയ്യാനായിട്ട് പോവുകയാണ്. അന്യോന്യമുള്ള സമർപ്പണം. നിങ്ങളുടെ അന്യോന്യമുള്ള സമർപ്പണത്തിന് വിഘാതമായി യാതൊരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങളുടെ സ്നേഹിതരോ, നിങ്ങളുടെ ബന്ധുമിത്രാദികളോ, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോ ആര് നിങ്ങൾ തമ്മിലുള്ള സമർപ്പണത്തിന് വിഘാതമായി യാതൊരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാനും പാടില്ല. ഇന്നു മുതൽ ജിജോയ്ക്ക് ഏറ്റവും പ്രധാനം സ്മിതയാണ്, സ്മിതയ്ക്ക് ഏറ്റവും പ്രധാനം ജിജോയുമാണ്. മാതാപിതാക്കളെ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യണം, അത് വേണ്ടതല്ല. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അന്യോന്യമുള്ള കമ്മിറ്റ്മെന്റാണ്. എടുക്കുന്ന ഈ തീരുമാനത്തിന് പ്രകാരം, ഈ പ്രതിജ്ഞ പ്രകാരം ഞങ്ങൾ ജീവിക്കും. ഈ തീരുമാനങ്ങൾ പാലിക്കാൻ വളരെ ദൈവികത ആവശ്യമാണ്. മാനുഷികമായ ശക്തികൾ സാധിക്കില്ല. നിങ്ങൾക്ക് നൽകുന്നത് മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ ഓരോ ദിവസവും കർത്താവേ, ഞങ്ങളുടെ എടുത്തതായ തീരുമാനം, ഞങ്ങൾ എടുക്കുന്ന ഈ കമ്മിറ്റ്മെന്റ് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ ഇത് പാലിക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. ഈ നിലയിലുള്ള, ഈ 3 നിലയിലുള്ള കമ്മിറ്റ്മെന്റ്, 3-fold കമ്മിറ്റ്മെന്റ് പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ വലിയ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഈ മക്കളെ ദൈവകരങ്ങളിൽ ഫലമെത്തിച്ച് കാലിക്കറ്റിനുള്ളതായ സഹോദരൻ ലേവി ജോൺ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. ക്രിസ്തേശുക്കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവാന്റെയുമേ, ഈ മനോഹരമായ ഈ സന്ദർഭത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ജിജോന്റെയും സ്ത്രീയുടെയും വാഹത്തോടുള്ള ബന്ധത്തില് നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. ദൈവമേ, അവരുടെ വിവാഹ ജീവിതത്തില് അവർ പാലിക്കേണ്ടതായിട്ടുള്ള എത്രയോ വചനങ്ങൾ അവർക്ക് ദാസന്മാരിൽ കൂടെ നീ പകർന്നു കൊടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവമേ, അവർക്ക് ലഭിച്ചിട്ടുള്ള ആ അഡ്വൈസ് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവർ എത്രയോ ധന്യമായ ഒരു കുടുംബം ആയിട്ട് ജീവിക്കുവാൻ യഹോവ കൃപ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞങ്ങൾ കേട്ടതുപോലെ
യഹോവയ്ക്ക് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് യഹോവയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നീ അവർക്ക് സഹായിക്കണമേ. അതുപോലെ നിന്റെ വചനത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിന്റെ വചനത്തിൽ അവർ എന്തെല്ലാം ഒരു ഭാര്യ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ കുടുംബജീവിതത്തില് എന്തെല്ലാം കാര്യങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ടോ അതെല്ലാം പാലിച്ചുകൊണ്ട് നിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ അവർ ജീവിക്കാൻ നീ അവർക്ക് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തമ്മിൽ സമർപ്പണ ജീവിതത്തോടുകൂടി ജീവിക്കാനായിട്ട് രണ്ട് ഭവനങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ് എങ്കിലും ദൈവമേ ഒരു കുടുംബമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർ തമ്മിൽ സമർപ്പണ ജീവിതത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നീ അവർക്ക് കൃപ ചെയ്യണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ ജീവിതം അവർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സാക്ഷ്യമുള്ള ഒരു ജീവിതമായിട്ട് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭവനമായിട്ട് ആ പ്രദേശങ്ങൾ കണ്ടെത്തുവാനായിട്ട് നീ അവർക്ക് സഹായിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ കൃപയും പരിപാലനവും ഉണ്ടായിരിക്കണമേ. എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുവാനായിട്ട് നീ സഹായിക്കണം എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ ജീവിതം ദൈവമേ ഭാവിയിൽ തമ്മിൽ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ അവർക്ക് സഹായിക്കണമേ. ഞങ്ങൾ കേട്ടതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്നുള്ള ആ പൂർണ്ണ നിശ്ചയത്തോടു കൂടി തന്നെ അവർ മുന്നോട്ട് പോകുവാൻ നീ അവർക്കെല്ലാവർക്കും സഹായിക്കണം എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അവർ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വിവാഹ ജീവിതവും നീ അവർക്ക് വേണ്ടി ഒരുക്കിയതാണ് എന്നുള്ളതായി ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവമേ അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർ ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവത്തെ കൂടുതൽ ദൈവത്തിന്റെ നാമത്തെ കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നവരായിട്ട് ആയിത്തീരുവാനായിട്ട് നീ അവർക്കെല്ലാവർക്കും അവർക്ക് രണ്ടുപേർക്കും നീ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതുമൂലമായിട്ട് ബന്ധിക്കപ്പെടുന്ന രണ്ട് കുടുംബങ്ങളിലുള്ളവരെയും ഞങ്ങൾ പ്രത്യേകാലോ അവരും ദൈവമേ ആ ഒരു കുടുംബമായിട്ട് പോലെ തന്നെ ഇനി ഭാവിയിലായിരിക്കാനായിട്ട് നീ അവർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. തുറന്ന ശുശ്രൂഷകളും നിന്റെ ആശീർവാദത്തിനും നടത്തുവാൻ ഇടയാക്കണമേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. കൃപ ചെയ്ത് കേൾക്കണമേ. സെക്കൻഡ് ഭാഗം പൂപ്പടവ് മിസ്സസ് ആൻഡ് ലേഡീസ് PC വർഗീസ് മകൾ സ്മിതയും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുക്കുന്നതിനായിട്ടാണ് ഇന്ന് രാവിലെ നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇരു ഭാഗങ്ങളിൽ നിന്നുള്ള ബന്ധുമിത്രാദികളുടെയും സഹോദരി സഹോദരന്മാരുടെയും സഭാംഗങ്ങളുടെയും സന്തോഷകരമായ സഹകരണം ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ന്യായമായ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതിൻ്റെ സൂചനയായി എടുത്തുകൊണ്ട് ഈ വിവാഹം നടത്തിക്കൊടുക്കാനായിട്ട് പോകുകയാണ്. At this time, when I ask you whether you wish to see each other, you have to really state kindly if you are willing. First of all, I ask Jijo, will you take Smita standing by your side to be your wedded wife? I'm asking Smita, will you take Jijo standing by your side to be your wedded husband? As both of you have clearly expressed their willingness to see each other from the Lord, as an external token of your seeing each other, I will now ask you to join your hands. Your Lord God has brought you together today, the one who created you, the one who saved you, and the one who sustained you. All these things in life is the one who has brought you together in His perfect plan and will. We now commit you to the grace of God. As you are listening to God's word, if you will be committed and have threefold commitment to be your grandparents speak to you, God will bless you. The one who promised, I will never leave you nor forsake you. The all-sufficient one will be with you till the end of your lives, charity, if you remain committed to Him. Now,
I would like Jesus first of all to read these verses right after me, and then still after to read after me. I, Jesus, take you, Caesar, to be my wedded wife, to have and to hold, from this day forward, to live together according to God's holy law, in the holy state of matrimony, for better for us, for richer for poorer, in sickness and in health, to love, cherish and protect, honor and keep you, forsaking all others, till death us do part. Ask me that shall be done for me. I see that. Take you to Joe, to be my wedded husband, to have and to hold, from this day forward, to live together according to God's holy law, in the holy state of matrimony, for better for worse, for richer for poorer, in sickness and in health, to love, cherish, obey, honor, and keep you, forsaking all others, till death us do part. ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായി ലോകസ്ഥാപനത്തെ നിന്റെ മക്കളായ കൂട്ടത്തിൽ അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആത്മാവിന്റെ കാര്യം മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി സുഖസമയാതെ ഞങ്ങൾക്ക് ആഗ്രഹിച്ചു അവരോടുകൂടി സകലരും നൽകും എന്നുള്ള വാർത്തകൾ ഞങ്ങൾ ഓർത്ത് പെരുന്നാളിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ രക്ഷിക്കുവാൻ സാധിച്ചു. നിന്റെ കൊടുത്തു. നിന്നെ അനുസരിക്കുവാൻ ആനന്ദമായ ജീവിതത്തിൽ കഴിയാനിടയായി എത്രയോ വലിയ ഭാഗ്യമാണെന്ന് സന്തോഷിക്കുന്നു. അവിടുത്തെ ഗ്രന്ഥമാകുന്ന ഈ വിവാഹത്തിനായി കാര്യാപ്രവർത്തകരായി ശക്തിയാകുന്നത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലേക്ക് ഈ സമയം ഞങ്ങളെ പരിഗണിക്കുന്നു. നിന്നോടുള്ള സമർപ്പണത്തിൽ, നിന്റെ വചനത്തോടുള്ള സമർപ്പണത്തിൽ, അന്യോന്യമുള്ള സമർപ്പണത്തിൽ വരുന്ന ദിവസം ജീവിപ്പാൻ മാനസികമായ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാൽ ബലഹീനതകളിൽ വരുന്ന ദൈവത്തിന്റെ കൃപ അവരുടെ ജീവിതത്തിൽ വ്യാപനം കൊടുക്കണമേ. നിന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്താൽ ജീവിതത്തെ ഞാൻ ജയിക്കണമേ. ക്ഷീണത്തിന്റെ അവസരങ്ങളിൽ നിന്റെ ബലം ധാരാളമായി പറഞ്ഞു കൊടുക്കണമേ. അവരെ കൂടിയുള്ള വാക്ക് നീ അവരെ ഓർക്കണമേ. അവർക്കറിയാനാവശ്യമുള്ളവർ പട്ടിനെ കുറയ്ക്കുവാൻ നിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവത്തിനാക്കി കൊടുക്കണമേ. അതേപോലെ ഞാൻ കൂടുതൽ മുന്നോട്ട് പോകാൻ വാർത്തകൾ കേട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ സഹായിക്കണമേ. കർത്താവായ സ്ഥാനത്തുള്ള ദൈവത്തിൽ മഹത്വപ്പെടുത്തുന്ന കുടുംബം കെട്ടിപ്പടിവാറുകൾ നൽകണമേ. അവരുടെ താമസിക്കുന്നു. അവർക്ക് മക്കളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. വരുന്ന അവരുടെ കടപ്പാടുകൾ ശരിയായി നിർവഹിച്ച് കർത്താവിനെ ദൈവത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും ദൈവസമിതിയുടെ രാജ്യത്തിൽ ഒരു അനുഗ്രഹമായ നീ കൈകളിൽ വാക്ക് പൂർണ്ണമായി വിശ്വസിച്ച് സകലത്തിനായി ശരണപ്പെട്ട് വരുന്ന ദിവസം ജീവിപ്പാടുകളെ കർത്താവിനെ വരുന്ന കൈവിടാത്ത കടങ്ങളിലേക്ക് ആദിപ്പാടുന്ന കടങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവിടുത്തെ സകല അനുഗ്രഹങ്ങളാൽ നൽകി വരുന്ന ദിവസമായി നടത്തി വളരെ പ്രാർത്ഥനയോ സദസ്സുപിടിക്കാം. With your hands and sit down, I would like you to listen to this passage that I am going to read from God's Word, which speaks of the permanency of Christian marriage. Reading from Matthew's Gospel, chapter 19, starting from verse 3. The Pharisees also came to him, tested him and said to him, "Is it lawful for a man to divorce his wife for just any reason?" And he answered and said to them, "Have you not read that he who made them from the beginning, made them male and female, and said, for this reason, a man shall leave his father and mother, and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together,
let no man separate. As I read the last sentence again about the permanency of the marriage, as our Lord Jesus stated it, I want both of you to always say amen, stating that this verse is applicable to you also. So then, they are no longer but one flesh. Therefore, what God has joined together, let not man separate.
നമ്മുടെ പ്രിയമക്കളുടെ വിവാഹപ്രമമായിട്ട് നടക്കുവാൻ സഹായിച്ചതായ തപശിഷ്ടനായ ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൂരെ നിന്നും അടുത്തു നിന്നും കടന്നുള്ള നിങ്ങളുടെ തിരിച്ച് കടന്നിരിക്കുന്നതായ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്ത്രീയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയെ നിങ്ങൾ അനുഗ്രഹിക്കും. അതിന് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരും സന്തോഷമുള്ളവരുമാണ്. ഇതിനുശേഷം വന്ന എല്ലാവർക്കും വേണ്ടി ബുഫേറ്റായിട്ട് ഭക്ഷണം 3 സ്ഥലത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ നിന്ന് ഭാഗവാക്കുകളായി പങ്കുകൊണ്ട് മാത്രം കടന്നുപോകണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ പ്രിയവരുടെ ജീവിതം അനുഗ്രഹകരമായി ചെയ്യുവാൻ തുടർന്നുള്ള പ്രാർത്ഥനയെ ഈ സമയത്ത് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കരുണയിൽ സമ്പന്നനും കൃപയിൽ ധാരാളമുള്ളവനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രിയ മക്കളെ ഓർത്ത് വീണ്ടും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ വളരെ നന്ദിയുള്ളവരായിട്ട് എന്റെ തന്നിലേക്ക് കടന്നു വരുവാൻ കൊള്ളണം. നിന്റെ എത്രയോ എണ്ണമില്ലാത്ത നന്മകളും കൃപകളും അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ വിവാഹത്തിനായിട്ട് ഇങ്ങോട്ട് കടന്നു വരുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസമുള്ളവരാകുമ്പോൾ സൗകര്യമുള്ളവരാകുമ്പോൾ ഇന്ന് ലോകത്തിൽ ഞങ്ങൾ കാണുന്നത് അവർ ദൈവവാഹനങ്ങളിൽ നിന്ന് വിട്ട് അവന്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരായിട്ട് അവന്റെ വഴികളിൽ നടക്കാത്തവരായിട്ട് അങ്ങനെ ദൈവമില്ലാത്തവരായിട്ട് ജീവിക്കുന്ന അനേക മക്കളെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ മക്കളോടുള്ള ബന്ധത്തിൽ അവർ ചെറിയ കാര്യത്തിൽ തന്നെ പ്രാർത്ഥന ചെയ്യുവാനും അവന്റെ വഴികളിൽ നടക്കുവാനും അവൻ അനുസരിച്ച് ജീവിക്കാനും നീ ഞങ്ങൾക്ക് കൃപ നൽകിയതോട് ഞങ്ങളുടെ മക്കളെയോട് ഞങ്ങൾ നാമത്തെ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഈശ്വരന്റെ പിതാവ് ഭാവിയിൽ ആദ്യമായിട്ട് ഞങ്ങൾ അതാണ് ഓർത്തത്. ഞങ്ങൾ മണങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾ മടങ്ങി വാഴ്ത്തുവാൻ വേണം. ഞങ്ങൾ മടങ്ങി കുടിപ്പാൻ വേണം. ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന പ്രേരണ അതാണ് എത്രയോ നല്ലതാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ലോകത്തില്ലാത്ത മക്കൾ ഒരു ഭാരമായി ചെയ്യുമ്പോൾ അവർ നമ്മുടെ നിർമ്മാണം നേരിടുമ്പോൾ ഞങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അനുസരണമുള്ളവരായിട്ട് മാത്രമല്ല എല്ലാവരെയും ദൈവത്താലംകരിക്കപ്പെട്ടവരായിട്ട് അവരുടെ അറിയിക്കാനും അങ്ങനെയുള്ള മക്കളുടെ വിവാഹം നടത്തുവാനും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലായി കടന്നു വരുവാനും ഇടയായി. കഴിഞ്ഞ വലിയ നാളുകളൊന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവർ ഒരു വ്യത്യസ്തങ്ങളായ വിശ്വാസികൾ വളരുകയും ജീവിക്കുകയും ചെയ്തവരാണ്. എന്നാൽ പ്രകാരം അവരെ നേരത്തെ കരുതുകയും ഒഴുകുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള ഒരു ജീവിതം തുടരുവാൻ തക്കവണ്ണം നീ അവർക്ക് ഭാഗ്യം നൽകി ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഒഴുകിനത്തിൽ താമസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അവരെ സ്നേഹിക്കുന്നവരാണ്, അവരെ കരുതുന്നവരാണ്. എന്നാൽ ഞങ്ങൾക്ക് മാറി നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് അവരെ അടുത്തതായിട്ടിരിക്കുന്നവരും അവൻ നാളും ഞങ്ങളോട് ഉള്ളവരുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയതുകൊണ്ട് അവരെ താമസിച്ചിരിക്കുന്നു. ദൂരപ്രദേശത്തും സമീപസ്ഥലത്തായിട്ടും ഞങ്ങളുടെ അവർ പലചുറ്റുപാടുകൾ ഞങ്ങൾക്കായിരുന്നു. അവരുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുപോലും ഇന്ത്യയുടെ പരിസ്ഥിതി കടന്നു വരുവാനും ഇത്രയും സന്തോഷമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ക്ഷേമത്തോടും കുതിക്കാനും ഞങ്ങൾക്ക് തിരുനാമത്തെ മെച്ചപ്പെടുത്തുവാനും അവരുടെ ഭാഗ്യം നൽകിയതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ വായിച്ചു ഞങ്ങൾ ഈ വരുന്നതുകൊണ്ടും ആവശ്യമായ ഓരോരുത്തർ നൽകണം. ഞങ്ങൾ ഓരോരുത്തരും കേട്ടാലും അക്രമമായിരുന്ന സ്ഥാനത്ത് അവർ കർത്താവിന്റെ ഭക്തികളായിട്ട് അവർക്ക് തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടരുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായിട്ട് ഞങ്ങളുടെ നാമത്തെ മാറ്റപ്പെടുത്തുന്നു. ദേശീയ നാമത്തെ അടിയന്തരമായിട്ട് അപേക്ഷിക്കുന്നു. വലിയ ഇന്ന് തന്നെ ഉണ്ടായിരിക്കും.
നമുക്ക് ഒരിക്കലുള്ള ഭക്ഷണത്തിനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വലിയവരായ കർത്താവെ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് ദാസത്തെ കുറിക്കുന്നു. അതിനെ ഞാൻ ഞങ്ങൾക്കായിട്ട് നൽകി ഞങ്ങൾ ഭക്ഷിച്ച് ബലം പാലിച്ച് ശ്രീരാമത്തിന്റെ മത്സരത്തിനായി ജീവിക്കാൻ വേണ്ടി സഹായിച്ചിരിക്കുന്നു. ഏറ്റവും നാമത്തിൽ അടിയന്തരമായി മേടിച്ചു കൊടുക്കും.
പരിപാലനം എന്നും ചൊരിയണമീദാസരിൽ. കരുണയിൻ പരിപാലനം എന്നും ചൊരിയണമീദാസരിൽ. മരണം വരെയും ശരണം നിൻ ശരണം, മരണം വരെയും ശരണം നിൻ ശരണം, തരണം നിൻ പദമഭയം. ഈ ഏഴയിൽ കനിയണമേ സദയം, ഈ ഏഴയിൽ കനിയണമേ സദയം. കരുണയിൻ പരിപാലനം എന്നും ചൊരിയ